കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ദൈവോചന ചിന്തകൾ കേൾക്കുന്നതിനും നമ്മളെ തന്നെ ആ ദൈവോചനത്തിൽ സമർപ്പിതമാക്കി ജീവിക്കുന്നതിനുള്ള സമർപ്പണബോധം നമുക്കുണ്ടാകേണ്ടതിനും നാം ഒരുമിച്ച് ആലയത്തിൽ കർത്തൃപാദപീഠത്തെങ്കിൽ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവോചന പഠനത്തിനായി കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ പ്രത്യേകാൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. വിവിധ മാധ്യമങ്ങളിലൂടെ ഈ ദൈവോചനം ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വന്ദനം അറിയിക്കുകയാണ്. ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നാം എല്ലാവരും ഈ വിശുദ്ധ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നവരും പഠിക്കുന്നവരും വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമക്കളാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളൊരു ദൈവോചന പഠനത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനങ്ങൾ തന്നെയാണ് നമ്മൾ ഓർപ്പിക്കുന്നതും പഠിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് പുതിയതൊന്ന് കേൾക്കുക എന്നുള്ളതല്ല നമ്മുടെ ഹൃദയത്തിൽ. ഈ വചനത്തിൽ എന്ത് പറയുന്നു അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതും, ദൈവം നമുക്ക് പുതിയ ആശയങ്ങളെ തന്നും നമ്മളെ നിത്യതയോളം നടത്തേണ്ടതിനായും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പണത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കാം. പകൽക്കാലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ കടന്നു വന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാം എല്ലാവർക്കും ഓരോരോ വ്യക്തിത്വങ്ങളുള്ളവരാണ്. നമ്മുടെയൊക്കെ വ്യക്തിത്വങ്ങൾ പല നിലകളിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ചിലർ വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ പരാതിയുടെ വ്യക്തിത്വങ്ങളായി, അല്ലെങ്കിൽ ഈ കംപ്ലൈൻറ്റ് മാത്രമുള്ള പേഴ്സണാലിറ്റി ഉള്ളവരുണ്ട്. എന്നാൽ ചില പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ചിലർക്കെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള പേഴ്സണാലിറ്റിയാണുള്ളത്. നമുക്ക് ഈ ദൈവവചനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നിത്യതയിലേക്ക് വളരാനുള്ള ഒരു പേഴ്സണാലിറ്റി, ഒന്നുകൂടെ നമ്മൾ പറഞ്ഞാൽ ക്രിസ്തുവിനോളം എത്തപ്പെടുന്ന ഒരു തലത്തിൽ നമ്മൾ എത്തണം. എപ്പിസലേനത്തിലൊക്കെ നമുക്കത് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ കംപ്ലൈൻറ്റിങ് ചെയ്യുന്ന, അല്ലെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ചിലരുണ്ട്. എല്ലാ കാര്യത്തിനും കുറ്റം മാത്രം കണ്ടെത്തുന്ന ചില ആൾക്കാരുണ്ട്. എന്ത് ചെയ്താലും കുറ്റമേ കാണത്തുള്ളൂ. അവരുടെ പേഴ്സണാലിറ്റി അതിനു വേണ്ടി മാത്രമുള്ളതാണ്. എല്ലാത്തിനും എന്നാ പറയും, കുറ്റം പറയും. ചിലർ ഇന്നാണെങ്കിലും വന്നേച്ച് പറയും മൈക്കിന് വോളിയുമില്ല, അല്ലെങ്കിൽ പറയുന്നത് ഇന്നത്തെ ശരിയായില്ല, സമയത്ത് തുടങ്ങിയില്ല, അല്ലെങ്കിൽ സമയത്ത് നിർത്തിയില്ല. എന്തെങ്കിലും ഒരു കുറ്റം അവർ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ അവർ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കും. അങ്ങനെയുള്ള കുറേ നമുക്ക് ആൾക്കാരെ കാണാനായിട്ട് കഴിയും. പക്ഷേ അങ്ങനെയുള്ളവരെ നോക്കിയാൽ നമുക്കൊന്നും നേടാനോ ഒന്നും ചെയ്യാനോ ഒന്നും പ്രവർത്തിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. നമ്മൾ കംപ്ലീറ്റ് നിരാശരായി അങ്ങ് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകും. എന്നാൽ അങ്ങനെ നമ്മൾ അവരെ അല്ല വീക്ഷിക്കേണ്ടത്. എന്നാൽ നോക്കിക്കേ, ഈ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പേഴ്സണാലിറ്റി നമുക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. എന്തിനേയും നമുക്കൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. നമുക്ക് ബൈബിളിലൊക്കെ നമുക്കത് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പേരെ നമുക്ക് അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഉള്ളവരെ നമുക്ക് കാണാൻ കഴിയും. യേശുവിൻ്റെ അമ്മ മറിയെ നമുക്ക് കാണാം. കാനാവിലെ കല്യാണ വീട്ടിൽ നമുക്ക് യേശുവിൻ്റെ അമ്മയും കൂടെ അവർ ക്ഷണിച്ചിരുന്നു. അവരുമായിട്ട് ബന്ധമൊക്കെ ഉള്ള ഒരു വീടായിരിക്കും. ആ വീട്ടിൽ യേശുവിൻ്റെ അമ്മയുണ്ട്, യേശുവുണ്ട്, ശിഷ്യന്മാരുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു പോരായ്മ ആ വീട്ടുകാരൻ വളരെ സങ്കടത്തോടെ യേശുവിൻ്റെ അമ്മ മറിയോട് പറയുകയാണ്. അടുത്ത ചാർച്ചക്കാരും ബന്ധുക്കരും ആയതുകൊണ്ട് പോരായ്മകളുടെ
ആ ഒരു കാര്യം പറയുമ്പോൾ ഉടനെ മറിയ ചെയ്ത ഒരു കാര്യം മറിയയ്ക്കറിയാം. വാഗ്ദത്തം ഒക്കെ മറിയാണ് കേട്ടത്. ഗബ്രിയേൽ ദൂതൻ ആ മുറിക്കകത്ത് വന്ന് പറഞ്ഞതെല്ലാം മറിയയുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് മറിയ ഓടി വന്നിട്ട് യേശുവിനോട് ആ കാര്യം ബോധിപ്പിക്കുകയാണ്. യേശുവിനോട് കാര്യം ബോധിപ്പിക്കുമ്പോൾ ഒരു നിരാശയുടെ വാക്കാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞതെങ്കിലും മറിയയ്ക്കൊന്ന് ഒരു കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മറിയയിലുണ്ടായിരുന്നു. മറിയ നേരെ ഒന്നും അവിശ്വസിക്കാതെ ഒന്നും നോക്കാതെ ആ കലവറയുടെ ചുമതല ഏറ്റിരിക്കുന്ന ആളെ കണ്ടേച്ച് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ആമേൻ. മറിയ യേശുവിൻ്റെ വായിൽ നിന്ന് കേട്ട മറുപടി അനുസരിച്ച് അത് പറയാനുള്ള ഒരു സാധ്യതയും അവിടെ ഇല്ല. യേശു പറഞ്ഞ, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആ ടോപ്പിക്ക് അവിടെ അവസാനിപ്പിച്ച് മാറുമ്പോൾ മറിയ എന്തിൻ്റെ കാര്യത്തിലാണ് ആ കലവറയുടെ ആ വിരുന്നുശാലയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളോട് എന്ന് പറയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ആമേൻ. നമുക്കെപ്പോഴും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പേഴ്സണാലിറ്റി ദൈവമക്കൾക്കുണ്ടാകണം. നമുക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഒരുപക്ഷെ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കാത്ത നിലയിലായിരിക്കാം. എങ്കിലും ദൈവവചനം സംബന്ധിച്ച് അറിയുന്ന, കർത്താവിനെ അറിയാവുന്ന അതിമഹത്തായ വാഗ്ദത്തത്തിൻ്റെ ആ നിലവാരം മനസ്സിലാക്കിയ നാം എപ്പോഴും ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരായി മാറണം. വേണ്ടേ? നമ്മൾക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ നമ്മളെല്ലാവരും പരസ്പരം സഹായിക്കാൻ, പരസ്പരം പ്രാർത്ഥിക്കാൻ, പരസ്പരം ഭാരങ്ങളെ ചുമക്കാൻ, ജീവിതത്തിൻ്റെ ഭാരങ്ങൾ അറിഞ്ഞാൽ അത് അന്യോന്യം ചെയ്യാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തന്നാൽ അതൊക്കെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നത് ഒരു അനുഗ്രഹമാണ്. ആമേൻ. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ പെന്തക്കോസ്തിനെ കുറിച്ച് കേട്ട ഒരു നാട്ടിലൊക്കെ ചൊല്ലി അത് പഴഞ്ചൊല്ല് പിന്നെ പാട്ടായ ഒരു കാര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർത്തണം, നമ്മൾ അന്ന് കേട്ടതൊക്കെ നമുക്കറിയാം. നമ്മളും ഒക്കെ പാടി പറഞ്ഞ് നടന്ന ഒരു സാധനമുണ്ട്, പെന്തക്കോസ്തിൽ ചേരണം. ബാക്കിയൊക്കെ നമുക്കറിയത്തില്ലേ, അല്ലേ? അന്നത്തെ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ ഒരു കോൺട്രിബ്യൂട്ടുണ്ട്. എപ്പോൾ കൂടി വന്നാലും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ യോഗമൊക്കെ കഴിഞ്ഞിട്ട് ബന്നും കട്ടൻ കാപ്പിയും കുടിച്ചവർ ഇതിനകത്തിരിപ്പുണ്ടോ? യോഗമൊക്കെ കഴിഞ്ഞിട്ടേ അന്നത്തെ കാലത്ത് അത് ബന്നൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ നമ്മളിങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പൊക്കെ ഞാനൊക്കെ അത് കഴിച്ചിട്ടുണ്ട്. അവൽ നനച്ചത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. നമുക്ക് ഒത്തിരി അന്ന് ആ ആൾക്കാരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം കൂടി വരുമ്പോൾ ആരും ആ ഭക്ഷണം ഇല്ലാത്തവരായതുകൊണ്ടൊന്നല്ല, അവർക്ക് കൊടുക്കണം അല്ലെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു മനോഭാവം അന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അങ്ങനെയുള്ള മനോഭാവങ്ങളിലേക്ക് നമ്മൾ വരണം. ഓരോ ദിവസവും നമുക്ക് നല്ലൊരു കോൺട്രിബ്യൂട്ടിൻ്റെ പേഴ്സണാലിറ്റി ഉള്ളവരായി പ്രതിദിനം നമ്മൾ ദൈവവചനത്തിലൂടെ വളരണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പഠനങ്ങളൊക്കെ സക്സസ് ആകത്തുള്ളൂ. നമ്മൾ ആയുസ് മുഴുവൻ ഈ വചനം കേട്ടിട്ടും ഒരു മാറ്റവും നമുക്ക് വരുന്നില്ലെങ്കിൽ ഈ അറിയുന്ന പോലീസാണെങ്കിൽ 2 ഇടി കൂടുതലിടും. നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റിലോട്ടൊന്നും പോകരുത്. അങ്ങനെ പോയാൽ ശിക്ഷയുടെ അളവ് കൂടും. അറിയായ്മയുടെ കാലങ്ങളാണെങ്കിൽ ദൈവം ക്ഷമിക്കും. പക്ഷേ ഇതറിഞ്ഞേച്ച്
ജീവിക്കേണ്ടതുപോലെ നമ്മൾ ജീവിക്കണം, ചെയ്യേണ്ടതുപോലെ നമ്മൾ ചെയ്യണം. മനസ്സിലാക്കി നമുക്ക് ദൈവം തന്നെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം, ക്രമപ്പെടുത്തണം. അതിനൊക്കെ വേണ്ടിയാണ് നമ്മളിത് പഠിക്കുന്നത്. അല്ലാതെ ഇത് ഒരു നൂറ്റാണ്ട് മുഴുവൻ അല്ലെ ഒരു പുരുഷായുസ് മുഴുവൻ നമ്മൾ കേട്ടിട്ടും ഇത് ചേമ്പലെ വീണ വെള്ളം പോലെയാണെങ്കിൽ അതിനകത്ത് യാതൊരു പ്രയോജനവും നമുക്കില്ല. അതുകൊണ്ട് ഇത് ഗുണമായി വരണം. യേശു കർത്താവ് ആ മലമേലിരുന്നുകൊണ്ട് കൂടി വന്ന ശിഷ്യന്മാരോടും ജനത്തോടും കൂടെ യേശുവിന് ഒന്നേ പറയാനുള്ളത്. അത് കൺക്ലൂഡ് ചെയ്ത് നിർത്തുന്നതിന് മുമ്പ് യേശു പറയുന്ന ഒരു പദമുണ്ട്. ആമേൻ. കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകണം. എന്നാ എളിമയോടെയാ, എന്ത് താഴ്മയോടെയാ യേശു പറയുന്നേ. സഹോദരന്മാരെ, അല്ലെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ യേശു ഇന്നത്തെ നിലയിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണ്. എന്താണ് തുടങ്ങിയത്? എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണരാകണം. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടത്, നമ്മളിതെല്ലാം കേട്ടു എങ്കിലും നമുക്ക് സൽഗുണത്തെക്കാൾ കൂടുതൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ദുർഗുണം. എഫെസോസ് സഭയിൽ എഫെസോസിലുള്ള സഭയ്ക്ക് ധന്യനായ പൗലോസ് എഴുതുമ്പോൾ 4-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ നമ്മൾ വായിച്ച് ചിന്തിച്ചാണ് അദ്ദേഹം ആ സഭയോട് പറയുന്ന, വളരെ കർക്കശമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിലുള്ള സകല ദുർഗുണങ്ങളും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകണം. നോക്കണം, വളരെ ശക്തമായി ദൈവവചനം കേട്ടവരും പണിതെടുത്തുകൊണ്ട് വന്ന ദൈവസഭ, ആമേൻ, എഫെസോസ് സഭ വളരെ പ്രഗത്ഭരായ കർത്തൃദാസന്മാരിരുന്ന സഭയാണ്. പക്ഷേ ആ സഭയോട് പൗലോസിന് പറയുമ്പോൾ, പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയാണ്, നിങ്ങളിലുള്ള ആ സകല ദുർഗുണവും നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകണം. ഒരിക്കലും നിങ്ങൾ ദുർഗുണത്തിന് പാത്രീഭൂതരാകരുത്. നിങ്ങളുടെ സ്വഭാവം അങ്ങനെ ആകരുത് എന്ന് കർക്കശനമായി ദേവദാസനെ ഓർപ്പിക്കുക, കർക്കശമായി ഓർപ്പിക്കുക. ആമേൻ. അന്നത്തെയൊക്കെ ഈ ദൈവവചനം, പൗലോസൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഈ വചനം പറയുന്നതിൽ. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ പോലും പലർക്കും താല്പര്യമില്ലാതെ വന്നിട്ടുണ്ട്. അത്രമാത്രം കർക്കശക്കാരനായിരുന്നു. ആമേൻ. ധീരനായിരുന്നു. ആ ധീരതയുടെ മഹത്വമൊക്കെ നമുക്കറിയാമല്ലോ. ദമസ്കോസിൻ്റെ പടിവാതൊക്കെ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാനും അദ്ദേഹത്തെ സഭയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ആൾക്കാർ ഒത്തിരി ബന്ധപ്പെട്ടു. കാരണം ഇത് എന്താകുമെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം ഒരു കർക്കശക്കാരനായ അദ്ദേഹം ഈ വചനത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അതനുസരിച്ച് കേട്ട അന്നു മുതൽ, താനിത് പ്രാപിച്ച അന്നു മുതൽ എത്രത്തോളം ഇത് തന്നെ കൊണ്ട് പ്രാവർത്തികമാക്കാൻ ഒക്കുമോ അത്രത്തോളം തന്നെ കൊണ്ട് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് സഭയോട് അങ്ങനെ പറഞ്ഞെങ്കിൽ, ആമേൻ, പത്രോസ് പൊതുവിലുള്ള വിശ്വാസത്തെ കുറിച്ചുകൊണ്ട് പത്രോസ് ലീഹ എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. നമുക്ക് കഴിഞ്ഞ ആഴ്ച ആ വാക്യം വായിച്ചാണ് നമുക്ക് നിർത്തുവാനായിട്ട് കഴിഞ്ഞത്. അത് നമുക്കവിടെ 1 പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം നമുക്ക് വായിക്കാനായിട്ട് കഴിഞ്ഞതിൽ ഇങ്ങനെയാണ്. സ്തോത്രം. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് നിങ്ങൾ ദിവ്യ സ്വഭാവത്തിനാരാകണം, കൂട്ടാളികളാകണം. നമ്മൾ സ്തോത്രം പറയുമ്പോൾ, നമ്മൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ, ഓരോ ആഴ്ചയും വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഗ്രാജുവലി നമുക്ക് എന്നാ വന്നുകൊണ്ടിരിക്കണം? ആ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ ആരായിക്കൊണ്ടിരിക്കണം, കൂട്ടാളികളാകണം. അതിന് ഈ ലോകത്തിൽ വെച്ച് നമുക്കുണ്ടാകുന്ന ചില മോഹങ്ങളുണ്ട്.
ആ മോഹം, നമ്മൾ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതെ, അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് നിങ്ങൾ ആരാകണം? കൂട്ടാളികളാകണം. ആയിത്തീരുവാൻ ഇടവരുന്നു. അങ്ങനെ ഇടയാകണം. നമുക്ക് ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളി ആരാടാന്ന് ചോദിച്ചാൽ എന്നാടാന്ന് ചോദിക്കില്ലേ? അതൊക്കെ പഴയ പണ്ട് നമ്മുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന ചില മോഹങ്ങളാണ്. അതൊന്നും നമ്മളെ ഇനി വാഴരുത്. പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ ഇനി അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് വാഴരുത്, വാഴാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് ആലോചിച്ചേ, നമ്മൾ എത്രത്തോളം ഒതുങ്ങാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഒതുങ്ങണം. ആമേൻ. അല്ലേ? നമ്മളായിട്ട് ക്രമീകരിക്കാൻ പറ്റുന്ന ഒത്തിരി മേഖലകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം ഒരിക്കൽ ഈ യോനായോട് ചോദിച്ചത് നമുക്കറിയാം. യോനായെ, നീ കോപിക്കുന്നത് വിഹിതമോ? ഉടനെ യോന പറഞ്ഞത്, ഞാൻ കോപിക്കും, ഞാൻ ഇനിയും കോപിക്കും. പ്രൈസ് ദി ലോർഡ്. യോന പറഞ്ഞു, ഞാൻ കോപിക്കും. അദ്ദേഹം പറയുന്നതിനൊരു കാരണമുണ്ട്. നല്ല ചൂട്, തണലായി കൊടുത്ത ആവണക്ക് പെട്ടെന്നൊരു പുഴുവിനെ കൊണ്ട് എന്ത് ചെയ്ത് കളഞ്ഞു? ഉണങ്ങിപ്പോയി. ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ എന്ത് ജാട കാണിച്ചാലും, എന്തൊക്കെ നമുക്കുണ്ടായെന്ന് പറഞ്ഞാലും ഒറ്റ പുഴു മതി, ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ശരിയാവും. നമ്മൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന യോനയോട് ദൈവം പറഞ്ഞു, യോനെ, നീ എന്തിന് ഇതിനെക്കുറിച്ച് ആകുലപ്പെടുന്നത്? ഈ ജനത്തിൻ്റെ മാനസാന്തരത്തിനും ഇവരുടെ ദുർനടപ്പ് വിട്ട് അവർ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിനും വേണ്ടിയല്ലേ കപ്പലിന് യാത്രാക്കൂലി ഞാൻ കൊടുത്ത് നിന്നെ ഈ നിനവെ കൊണ്ടു വിട്ടത്. നീ അതിനെ വിസമ്മതിച്ചുകൊണ്ട് നിനവേലോട്ട് വരുന്നതിന് പകരം നീ എങ്ങോട്ട് പോയ ആളാ? തർസീസിലോട്ട് പോയത് ആളല്ലേ? അവിടെ കിടക്കുന്ന ലക്ഷത്തിൽ പരം ആൾക്കാരാതെ ആ പട്ടണത്തിൽ കിടപ്പുണ്ട്. ആ ജനത്തിൻ്റെ അകൃത്യം എൻ്റെ അടുത്തെത്തി, അവരുടെ പാപം എൻ്റെ അടുത്ത് വന്നു. അവരെ മാനസാന്തരത്തിലേക്ക് നടത്താൻ കൊള്ളാവുന്ന ആളാണ് നീ എന്ന് കണ്ടിട്ടാണ് ഞാൻ നിന്നെ എങ്ങോട്ട് അയച്ചത്? നിനവേലേക്ക് അയച്ചത്. നീ അതിൽ നിന്നെല്ലാം എസ്കേപ്പ് ചെയ്ത് നീ തർശീസിലോട്ട് പോയി. പക്ഷേ ഒരു തിമിംഗലത്തിനോട് ഞാൻ പറഞ്ഞ്, ഒരു വലിയ മത്സ്യത്തിനോട് ഞാൻ പറഞ്ഞ് അത് നിന്നെ വിഴുങ്ങി, അതിൻ്റെ വയറ്റിൽ വെച്ച് നീ അയ്യം വിളിച്ച് ഒരു കേടും കൂടാതെ ഒന്നും നിനക്ക് പറ്റാതെ നിന്നെ എത്തേണ്ടിടത്ത് കൊണ്ടെന്നെത്തിച്ച് നിന്റെ പ്രസംഗം കേട്ട് ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരും ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് അവർ യഹോവയെങ്കിലേക്ക് മടങ്ങി വന്നു. യോനെ, അതല്ലേ വലിയ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രസംഗിച്ച് ആർക്കറിയത്തില്ല ഇവരൊക്കെ മടങ്ങി വന്നു എന്നുള്ള കാര്യം. പക്ഷെ പ്രസംഗിക്കാൻ വിട്ട ദൈവത്തിന് അറിയാം ഇവർ മടങ്ങി വന്നു. യോന ഇപ്പോഴും ആവണക്കിൻ്റെ കീഴിൽ ദൈവം ഒറ്റ ദിവസം കൊണ്ട് കിളിപ്പിച്ച് വലുതാക്കി അവന് തണലാക്കി കൊടുത്ത ആവണക്കിൻ്റെ കീഴിലിരുന്ന് ദൈവം ഇപ്പോൾ ഇതിനെ നശിപ്പിക്കുവോ, ഇതിനെന്ത് സംഭവിക്കുമോ എന്ന് കാണാൻ നോക്കിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൗത്യം കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ളതിന് അതേ ആവണക്കിൻ്റെ കീഴിലിരിക്കുക. തൻ്റെ ജോലിയും കഴിഞ്ഞ് പോകാനുള്ളതിന് ആവണക്കിൻ്റെ കീഴിലിരിക്കുക. നോ, അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യോന കയർക്കുക. കൈനോട് ചോദിച്ചു, കൈനെ, നീ കോപിക്കുന്നത് എന്താ? നിന്റെ മുഖം മാറുന്നത് എന്താ?
നിന്റെ സഹോദരൻ്റെ രക്തം എന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞോണ്ടേ അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൻ്റെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, നമ്മളിൽ ചെറിയ ഒരു ബാക്ടീരിയ, ചെറിയ ഒരു സാധനമാണ് കയ്യിനിൽ കയറിയത്. രണ്ടുപേരും ആരാധനയ്ക്ക് പോയി. ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. കയ്യിൻ്റെ ഇതിൽ ദൈവം പ്രസാദിച്ചില്ല. അവിടുന്ന് ഉണ്ടായ ചെറിയ അസൂയ, ഹലോ, ചെറിയ അസൂയ. നമുക്കൊക്കെ എന്നാ ഉണ്ട്? നിങ്ങൾ മിണ്ടുന്നില്ല. നമുക്ക് അസൂയ ഉണ്ടോ? പിന്നെ നമുക്കുണ്ടെന്ന് അസൂയ. പക്ഷെ അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമുക്ക് വട്ടുണ്ട് ഇല്ലേ? നമുക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ ഇതിനെല്ലാം ദൈവം ഒരു അളവ് വെച്ചിട്ടുണ്ട്. ഷുഗറിനൊരു അളവുണ്ട് അല്ലേ? 70, 140 അങ്ങനെ ഒരു അളവ് വെച്ചിട്ടുണ്ട്. പ്രഷർ 80, 120 വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതെല്ലാത്തിനും ഓരോ സാധനം വെച്ചിട്ടുണ്ട്, ഒരളവ് വെച്ചിട്ടുണ്ട്. അതിൽ കുറഞ്ഞാൽ അവൻ കുറഞ്ഞു പോകും. ഷുഗർ ഒക്കെ ഉള്ളവർ ഷുഗർ കുറഞ്ഞാൽ ഇവിടെ കുഴഞ്ഞു വീഴും. കൂടിയാൽ അയാൾ വേർത്ത് ചാകും. ഇതിനെല്ലാം ഒരളവുണ്ട്. നമുക്ക് എല്ലാത്തിനും ഒരളവുണ്ട്. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാം ഉണ്ട്. നമുക്ക് അസൂയുണ്ട്, കോപം നമുക്കില്ലേ? കോപമില്ലേ? കോപമുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കുസൃതി ചെയ്താൽ നമ്മൾ ഉടനെ അവരോട് എന്തു ചെയ്യും? കോപിക്കും. ഇനി കൊച്ചു പിള്ളേർക്ക് വരെ എന്നാ ഉണ്ട്? കോപമുണ്ട്. എല്ലാവർക്കും ഉണ്ട് കോപം. അവർ ഉദ്ദേശിക്കുന്ന സാധനം അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ കയ്യിലിരിക്കുന്ന സാധനം എന്നാണെന്നോ അതെടുത്ത് എറിയും. അതെല്ലാം അവരുടെ ജീവിതത്തിൽ വന്ന സന്തോഷം കൊണ്ടല്ല, കോപം കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ് അസൂയ എന്നാണ് കയ്യിനിൽ എന്നാ ഉദിച്ചത്? അസൂയെന്ന് കോപം, കോപത്തിൽ നിന്ന് കൊലപാതകം. അസൂയക്കകത്തുനിന്ന് എന്നാ വന്നു? കോപം വന്നു. കോപത്തിൽ നിന്ന് എന്നാ വന്നു? തൻ്റെ സ്വന്തം സഹോദരനെ തല്ലിക്കൊന്നു. എന്നിട്ട് ദൈവം അതെല്ലാം ചോദിച്ചിട്ട് ഒരു ഉളുപ്പുമില്ല. അവൻ പറഞ്ഞത് അതിപ്പോൾ ഞാനെന്നൊക്കെയാണ് ചോദിക്കും. ദൈവത്തോട് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? നമ്മളിത് ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ മോഹത്താൽ വരുന്ന സകല നാശം ഉണ്ടാക്കുന്ന കാര്യങ്ങളെയും വിട്ടൊഴിയണം. പത്രോസ് പറയാണ് പത്രോസിനൊക്കെ അങ്ങനെ, പത്രോസ് ഇത് പറയുമ്പോൾ നമ്മൾ പത്രോസിൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ചാൽ മതി. പത്രോസിൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ച്, യേശുവിനെ ഗെത്സമനെ വെച്ച് പിടിക്കാൻ നേരം പത്രോസ് അരേ കിടന്ന് വാളെടുത്ത് ശതാധിപനെ വെട്ടി. പക്ഷേ വലിയ ഉന്നമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് കഴുത്തിന് കൊണ്ടില്ല. എവിടെ കൊണ്ടോളൂ? ചെവിക്ക് കൊണ്ടു. അന്നേരം യേശുവിൻ്റെ മനോഭാവം ശ്രദ്ധിച്ചോണേ. യേശുവിനെ പന്തവും കുന്തവും ഒക്കെ ആയിട്ട് വന്ന് യേശു ഒത്തിരി സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഒരാളാണ് യൂദ. 12 ശിഷ്യന്മാരിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ഒരാളായിരുന്നു അല്ലേ? ഹലോ, യൂദായും എക്സിക്യൂട്ടീവിൽ കൂടപ്പെട്ടതായിരുന്നു. പക്ഷേ പ്രാർത്ഥനയിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നുമല്ല. യൂദയുടെ കയ്യിലായിരുന്നു പണസഞ്ചി. കാര്യങ്ങളെല്ലാം അപ്പം കൊടുക്കേണ്ടി, നിങ്ങൾ അവർക്ക് വിശക്കുന്നെങ്കിൽ അപ്പം കൊടുക്കാനൊക്കെ പറഞ്ഞപ്പം യൂദ പറഞ്ഞത് എൻ്റെ കയ്യിൽ ആപ്പാടെ 200 റിയാലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ നിക്ഷിപ്തമായ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ യൂദ ഒരു ചുംബനമൊക്കെ കൊടുത്ത് യേശുവിന് ഒറ്റ കൊടുക്കാൻ വരുമ്പോൾ യൂദയോട് യേശു ചോദിക്കുന്നത്, അയ്യോ ഇങ്ങനെയാണോ യൂദ ഒറ്റ കൊടുക്കുന്നത്? എന്നിട്ട് യൂദയുടെ ചുംബനമൊന്നും ഇല്ലാതെ തന്നെ യേശു ഈ പടയാളികൾക്ക് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? യേശു ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ തിരയുന്നു?
യേശു ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പന്തവും കുന്തവും ഈ പടയാളിയും പരിവട്ടവും ഒക്കെ ആയിട്ട് വന്ന് ഈ രാത്രിയിൽ ഈ തോട്ടത്തിൽ തിരയുന്നത് ആരെയാണ്? ഉടനെ അവർ പറഞ്ഞു, നസറേനായ യേശുവിനെയാണ്. അത് ഞാൻ എന്ന് സ്വയം യേശു പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഈ പത്രോസ് എടുത്ത് വെട്ടുന്നത്. അവൻ്റെ കാത് പോയി. യേശു ഉടനെ ആ കാതെടുത്ത് അവിടെ തന്നെ വെച്ച് കൊടുക്കുക. അവനിങ്ങനെ തപ്പി, നമ്മളിങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ തപ്പി എങ്ങനെ നോക്കിക്കാണും. തപ്പി നോക്കുമ്പം സാധനം അവിടെ തന്നെയുണ്ട്. എങ്ങും പോയി ഒന്ന് വലിച്ചൊക്കെ ഇങ്ങനെ നോക്കിക്കാണും. എല്ലാം അവിടെ തന്നെയുണ്ട്. നല്ല 1ാം ക്ലാസ്സായിട്ട് യേശു അത് ഫിറ്റ് ചെയ്ത് കൊടുത്തു. യേശുവിൻ്റെ മുഖത്തിൻ്റെ ഭാവമൊന്നും മറന്നില്ല. നമ്മളെങ്ങാനും എഴുതുന്നെങ്കിൽ ഇവിടെ കണ്ണുകൊണ്ട് കാണിച്ചാൽ മണ്ണണമെന്ന് പറഞ്ഞു അല്ലേ? അത്രമാത്രം അവനെ പിടിക്കാൻ വന്നിരിക്കുക. അങ്ങനെയൊന്നും, ആ യേശുവിൻ്റെ സമാധാനമാണ് നമ്മളിൽ വാഴുന്നത്. യേശു തന്നേച്ചു പോയ ആ സമാധാനമാണ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയുടെ നടുവിൽ ചിരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കൃപയാണ് യേശു തന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജഡത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നതിനെ പിടിച്ചടക്കാനുള്ള കൃപയാണ് കർത്താവ് തന്ന കൃപ. പ്രൈസ് ദി ലോർഡ്. ജഡത്തിൻ്റെ മുഴുവൻ ഇച്ഛകളെയും പിടിച്ചടക്കി ആത്മസ്വഭാവമുള്ളവരായി മാറാനുള്ള കൃപയാണ് ദൈവം നമുക്ക് തന്ന കൃപ. ആ കൃപയ്ക്കായി, ആ കൃപയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്. ഈ പത്രോസൊക്കെ അതുകൊണ്ടാണ് യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് തെറ്റ് ചെയ്ത് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 70 വട്ടം മതിയോ? പത്രോസിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇനി 1 നമ്മൾ 3, നമ്മളൊക്കെ പറയാറുണ്ട്, 1 2 3 ആമേൻ, നിനക്ക് എൻ്റെ ഒരു മുഖമേ അറിയത്തുള്ളൂ, എനിക്ക് വേറൊരു മുഖവും കൂടെ. 3 വട്ടമൊക്കെ ക്ഷമിക്കും, ഇനി എന്നെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിരോധം അടിക്കും. പത്രോസ് അതുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത്, 70 വട്ടം മതിയോ? ഉടനെ യേശു പറഞ്ഞത്, ആ മതി മോനെ, നീ അത്രയും ക്ഷമിച്ചാൽ മതിയെന്നല്ല, അങ്ങനെയല്ല. യേശു പറഞ്ഞ, പത്രോസേ, അത് നീ കണക്ക് വെച്ചൊന്നും ക്ഷമിക്കാൻ നിൽക്കരുത്. കണക്ക് കൂട്ടി ഒന്നും ക്ഷമിക്കാനായിട്ട് പോകരുത്. നീ ക്ഷമിക്കുന്നെങ്കിൽ ഹൃദയപൂർവം ആണോ? അങ്ങനെയാണോ പറഞ്ഞത്? ബൈബിൾ ക്ലാസ്സല്ലേ, ഇടയ്ക്കൊരു ചോദ്യമൊക്കെ ചോദിച്ചല്ലേ നിങ്ങൾ ഉറങ്ങും ഹലോ? അങ്ങനെയാണോ പറഞ്ഞത്? യേശു പറയാണ്, എങ്ങനെ ക്ഷമിക്കണം? ഹൃദയപൂർവം. അപ്പോൾ പത്രോസിൻ്റെ സ്വഭാവത്തെ മാറ്റി മറിച്ച യേശുവിൻ്റെ വചനങ്ങൾ, പത്രോസിനോട് യേശു എല്ലാം പറഞ്ഞു, വീരവാദം മുഴക്കി. ഇന്നത്തെ നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ പത്രോസ് ഒത്തിരി ഇങ്ങനെ തള്ളി മറിക്കുകയായിരുന്നു. ഞാൻ വെട്ടും, ഞാൻ കൂടെ വരും, ആരാ പിടിക്കുന്നതെന്നൊന്ന് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് നിന്ന ആള് 2 കൈയും തലയെ വെച്ച് ഞാൻ അവനെ അറിയുന്നില്ല. യേശു പറഞ്ഞ, നീ ഇന്ന് രാത്രി നീ എന്നെ തള്ളി പറയും. ഈ വീമ്പ് പുളക്കിയ നീ ഉണ്ടല്ലോ, ഇന്ന് രാത്രി നീ തള്ളി പറയും. നേരം വെളുക്കുന്നതിന് മുമ്പ് നീ തള്ളി പറയും. കോഴി കൂവുന്നതിന് മുമ്പ് നീ തള്ളി പറയും. പറഞ്ഞു കഴിഞ്ഞു, കോഴി കൂവുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഈ ലോകത്തിൻ്റെ മോഹത്താലുള്ള ചില നാശ സ്വഭാവങ്ങൾ പത്രോസ് പിന്നെയും പറയുന്നത്, ആമേൻ, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇവിടെ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. നിങ്ങളൊന്ന് വായിച്ചേ, 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. പത്രോസിൻ്റെ ഈ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം. ഈ 2-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്നിരുന്ന് വായിക്കണം, മൊത്തത്തിൽ വായിക്കണം. ഇതിനോട് റിലേറ്റ് ചെയ്ത ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ എക്സാമ്പിളായി പത്രോസ് എടുത്ത് പറയുന്നുണ്ട്. പലരെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പലരെയും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങളത് ഇന്ന് രാത്രിയിൽ അതിനുള്ള സമയം എൻ്റെ മുമ്പിലില്ല. അപ്പം നിങ്ങളതൊന്ന് വായിച്ചു നോക്കണേ. ഇവിടെ ഈ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. കർത്താവ് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അയ്യോ, നമ്മൾ ഈ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. വിശേഷാൽ
മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവന് തന്നെ. നോക്കണം, മലിനമോഹം കൊണ്ട്, വിശേഷാൽ നീതി കെട്ടവർ മലിനമോഹം കൊണ്ട് ജഡത്തെ ആവശ്യമില്ലാത്ത മോഹങ്ങൾ. യോഹന്നാൻ പറയുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇതിൽ നിന്ന് നമ്മളൊരു മോചനം പ്രാപിക്കണം. ഈ ജഡം എന്ന് പറയുന്നത് അത്ര നല്ല സാധനമൊന്നും അല്ല. ഈ ജഡം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇത് മാറും. ജഡത്തെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല. ഇത് പെട്ടെന്ന് ആളി കത്തും, ഇത് പെട്ടെന്ന് താണുപോകും. ഈ ജഡം അത്രമാത്രം ദോഷം ചെയ്യുന്ന ഒന്നാ. സത്യം പറഞ്ഞാൽ ഈ ജഡത്തിൻ്റെ വീണ്ടെടുപ്പ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കണ്ണുമായി, അയ്യോ അതുകൊണ്ട് പറയല്ലേ, കണ്ണുമായിട്ട് ഞാൻ എന്നാ ചെയ്യണം, നിയമം ചെയ്യണം. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്താൻ സാധ്യതയുണ്ട്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്താൻ സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ദുർവിചാരങ്ങൾ ഇടർച്ചയ്ക്ക് വരുത്താൻ സാധ്യതയുണ്ട്. കാല് നിനക്ക് ഇടർച്ച വരുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഉള്ളവനായി നീ അങ്ങ് പോകുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണാണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ എടുത്തുകള, കൈയാണെങ്കിൽ വെട്ടിക്കള എന്ന് പറയുന്നതിൻ്റെ സാരം അത്രമാത്രം പ്രതിസന്ധികളെ കൂടെ നമ്മൾ കൊണ്ടുപോകും. ആമേൻ. ബൈബിള് തന്നെ പറയുന്നില്ലേ, മനുഷ്യൻ്റെ ഹൃദയം അത്ര നല്ല ഹൃദയമൊന്നും അല്ല, ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. ഇത് ദോഷമുള്ളതാ. അതുകൊണ്ടാണ് ഭക്തനായ ദാവീദൊക്കെ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, വ്യസനത്തിലുള്ള മാർഗം എന്നിൽ കൊണ്ടുവന്ന് നോക്കണേ, ദുരുദ്ദേശങ്ങൾ വല്ലതും എന്നിലുണ്ടോ എന്നൊന്ന് നോക്കണേ, എന്നിട്ട് എന്നെ നേരായ മാർഗത്തിൽ എന്നെ നടത്തണേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, ഈ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇരുന്നാൽ നമ്മൾ ആരാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ ഈ ദൈവവചനം ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മോഹത്താൽ വരുന്ന ഈ നാശം നമ്മൾ എന്ത് ചെയ്യണം? വിട്ടൊഴിഞ്ഞിട്ട്, നമുക്കിങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട്, വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് നിങ്ങൾ ആരായി തീരും? കൂട്ടാളിയായി തീരാൻ ഇടവരുന്നു. എന്നിട്ട് പത്രോസ് പറയാണ്, ഈ ദിവ്യ സ്വഭാവം നമുക്ക് നിലനിർത്തണം. ഇതിനെ സ്റ്റിൽ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകണം. എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? അടുത്ത വാക്യം, അത് നിമിത്തം, ഈ മേളിൽ പറഞ്ഞ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി ദൈവം കരുതിയ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെ തന്ന ആ കാര്യങ്ങളെല്ലാം നിമിത്തം, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അത് നിമിത്തം ആദ്യം ഉണ്ടാകേണ്ട ഒരു കാര്യം ഉത്സാഹമാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർ എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. നമുക്ക് ഉത്സാഹം വേണം, നമുക്ക് വില കൊടുക്കണം. ചുമ്മാ തേരപ്പര അതിലേ നടന്നേച്ച് എന്തേലും ഒരു കാര്യം ഉണ്ടാകുമ്പം ഹൂ എന്നും പറഞ്ഞുകൊണ്ട് വന്ന് വിളിക്കുകയല്ല വേണ്ടത്. ഇതിന് വില കൊടുക്കണം. ഇതിന് നമ്മൾ നമ്മുടെ സമയം മാറ്റണം. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗകര്യം, പണം, ഇതെല്ലാം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി. എന്തിനാണെന്നറിയോ? ലോകത്തിൻ്റെ മോഹത്താൽ വരുന്ന ഈ നാശം വിട്ടുകളഞ്ഞിട്ട് ഞാൻ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നിട്ട് എന്നിൽ ഞാൻ പ്രാപിക്കുന്ന വിശ്വാസത്തോട് ആ ഉത്സാഹം ഉണ്ടായെങ്കിലേ എനിക്ക് വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ. നമ്മൾ ഇതിനകത്ത് ഇരുന്നേച്ച് ഇപ്പോഴും നമുക്ക് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, വി ഇല്ലെങ്കിലും എന്തുണ്ട്? വി ഇല്ലെങ്കിലും
ശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പോയ വിശ്വാസികൾ, ഹലോ, ആണോ? നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര നാളായി? നമ്മൾ രക്ഷയിലേക്ക് വന്നു, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ഒരു 15 വർഷമൊക്കെ ആയി കഴിഞ്ഞാൽ, ഒരു 20 വർഷമൊക്കെ ആയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് സഭായോഗത്തിലെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാനെങ്കിലും ഉള്ള ഒരു ഉറപ്പും ധൈര്യവും വേണ്ടേ? കാലം നോക്കിയാൽ നിങ്ങളിപ്പോൾ ആരാകേണ്ടവരാ? ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാ. പാസ്റ്റർ ഇല്ലെങ്കിൽ എന്നാ, 2 ആഴ്ച ഞാൻ സഭായോഗം നടത്തും, എനിക്ക് പ്രസംഗിക്കാൻ പറ്റും, ദൈവവചനം സംസാരിക്കാം. പക്ഷെ ഈ ദൈവവചനമൊക്കെ ആയിട്ട് നമ്മൾ ഈ ഫുൾപിറ്റാൻ നിൽക്കുമ്പോൾ എനിക്ക് മുമ്പിലിരിക്കുന്നവർക്ക് ഞാൻ ഈ വചനവുമായിട്ട് എന്തെങ്കിലും ഒരു സാമ്യവും ബന്ധവും ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇതെടുക്കാനുള്ള യോഗ്യത ദൈവം നമുക്ക് തന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രസംഗിക്കാനും പറയാനുമുള്ള പ്രാഗൽഭ്യം നമുക്ക് ദൈവം തന്നല്ലോ. എത്ര പേർക്ക് അതിനകത്ത് സന്തോഷമുണ്ട്? ഇത് പറയാനും എടുക്കാനുമുള്ള പ്രാഗൽഭ്യം ദൈവമേ നീ എനിക്ക് തന്നല്ലോ എന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറയാ, കുഞ്ഞേ, ഇത് നീ നിലനിർത്തണം. ഈ ലോകത്തിൻ്റെ മോഹത്താൽ വരുന്ന ആ നാശം നീ വിട്ടൊഴിഞ്ഞിട്ട് നീ പ്രാപിക്കണം. നിന്റെ വിശ്വാസത്തോട് നിനക്ക് എന്നാ ഉണ്ടാകണം? വീര്യം. ആമേൻ. നമ്മളൊരു പാരാസിറ്റമോൾ ഗുളിക കഴിച്ചാൽ നമ്മുടെ തലവേദന മാറുന്നതും പനി മാറുന്നതിന് കാരണം ആ പാരാസിറ്റമോളിനകത്തൊരു വീര്യമുണ്ട്, അല്ലേ? ആ വീര്യം നിശ്ചിത ഡേറ്റ് കഴിയുമ്പോൾ അത് പോകും. പോയി കഴിഞ്ഞാൽ അതിന് അവരൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഡേറ്റിനുള്ളിൽ നീ ഇത് കഴിക്കണം. കഴിച്ചാലേ നിൻ്റെ പനി മാറത്തുള്ളൂ. ആ ഡേറ്റ് കഴിഞ്ഞ് നീ കഴിച്ചാൽ ചിലപ്പം നീ ചത്തുപോകും. എലിക്കെല്ലാം എലിവിഷമായിട്ട് കൊടുക്കുന്നതും അത് തന്നെയാണ്. ഹലോ, എലിവിഷത്തിന് എലിവിഷമായിട്ട് കൊടുക്കുന്നത് ഇത് തന്നെയാണ്. ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ ഗുളിക പൊടിച്ച് ഏതിനകത്തേലും ഇട്ട് കൊടുത്തു നോക്കിയേ, എലിയൊക്കെ അപ്പം അവിടെ അടിച്ചു പോകും. ഇതിനകത്തെ കെമിക്കൽ റിയാക്ഷനായി മാറി. ഇതങ്ങനെ വരാതിരിക്കാൻ, അങ്ങനെ ഒരു ദിവ്യ സ്വഭാവത്തിന് നമ്മൾ ആരായി തീർന്നു? ഹലോ, ദിവ്യ സ്വഭാവത്തിന് നമ്മൾ ആരായി തീർന്നു? ലോകത്തിൻ്റെ മോഹത്താൽ വരുന്ന ആ നാശം നമ്മൾ എന്ത് ചെയ്തു? വിട്ടൊഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറി. ഏത് മാറി? ദിവ്യ സ്വഭാവത്തിന് നമ്മൾ ആരായി? ആയോ? ആയെങ്കിൽ നമുക്ക് വിശ്വാസത്തോടെ വീര്യം. ആമേൻ, ആമേൻ. അതിനാ പത്രോസ് പറഞ്ഞത്. പത്രോസ് ഇതൊക്കെ ചുമ്മാ പറയല്ലെന്ന്. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ അത് പണിത് സ്ഥാപിച്ചപ്പോൾ മുതൽ ജന്മന കുരുടനായ ഒരുത്തനെ കൊണ്ടുവന്നിരുത്തി അത് ലാഭം ഉണ്ടാക്കുന്ന കുറച്ച് പേര്. അവനവിടെ ഇരിക്കുക. അവൻ പത്രോസ് യോഹന്നാൻ പ്രാർത്ഥനാ സമയമായപ്പോൾ അവൻ പ്രാർത്ഥിക്കാനായിട്ട് കയറി പോവുക. ഈ ഭിക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജന്മന മുടന്തനായ അവൻ അവരെ ഉറ്റുനോക്കി. ആമേൻ. എന്നിട്ട് പത്രോസ് പറഞ്ഞ അവിടെ ഒരു പദമുണ്ട്. ആ പദം നമ്മൾ ശ്രദ്ധിക്കണം. ആമേൻ. ഞാൻ എനിക്കുള്ളത് നിനക്ക് തരിക. ആമേൻ. എനിക്കുള്ളത് നിനക്ക്. ഞങ്ങൾക്ക് വെള്ളിയും പൊന്നും ഒന്നും തരാൻ ഇല്ല. അതുവരെ ഞങ്ങൾക്ക് വെള്ളിയും പൊന്നും ഒന്നും തരാനില്ല ഞങ്ങളുടെ കയ്യിൽ. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരിക. പ്രൈസ് ദി ലോർഡ്. എന്താ എനിക്കുള്ളത്? എൻ്റെ വിശ്വാസത്തോട് വീര്യമുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാം. പ്രൈസ് ദി ലോർഡ്. അവനെ അപ്പോഴേ എഴുന്നേറ്റു. ആ പത്രോസാ ഇത് നമ്മളോട് പറഞ്ഞു തരുന്നേ. കുഞ്ഞേ, നീ ഉത്സാഹത്തോടെ യോഗത്തിന് വരുന്നെങ്കിൽ, നീ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നീ ഉത്സാഹത്തോടെ ഉപവസിക്കുന്നെങ്കിൽ, നീ ഉത്സാഹത്തോടെ സുവിശേഷത്തിന് വേണ്ടി വില കൊടുക്കുന്നെങ്കിൽ, നിന്റെ അകത്ത് വ്യാപരിച്ച വിശ്വാസം അത് വീര്യമുള്ള വിശ്വാസമായി മാറും. പ്രൈസ് ദി ലോർഡ്.
പത്രോസ് പറയുക, ഞങ്ങൾക്ക് വെള്ളിയും പൊന്നും ഒന്നും ഇല്ല തരാൻ, ഞങ്ങൾക്ക് തരാൻ ഒന്നുണ്ടെന്ന്, എനിക്ക് തരാൻ ഒന്നുണ്ട്. എന്തുവാ? നീ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക്, നീ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്ക എന്ന് പറഞ്ഞ മാത്രയിൽ അവൻ്റെ നരിയാണികൾ ഉറച്ചു. അവൻ ചാടിയും തുള്ളിയും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി അവരോടൊപ്പം പ്രാർത്ഥനാലയത്തിലേക്ക് ഇടിച്ച് കയറുക. പ്രൈസ് ദി ലോർഡ്. നാളിതുവരെ ഒരിടത്ത് അടങ്ങിയിരുന്ന അവൻ ഇരുത്തിക്കൊണ്ടിരുന്നവനെ എഴുന്നേൽപ്പിക്കാൻ കാരണം അവൻ്റെ അകത്ത് വ്യാപരിച്ച വിശ്വാസത്തിൻ്റെ വീര്യമാണ്. ആമേൻ, ഹല്ലേലൂയ. നമുക്കെന്നും നമ്മുടെ പാസ്റ്റർ വന്നാലേ നമുക്ക് വിശ്വാസം വരൂ, അല്ലേ? അല്ലെ നമ്മൾ കൊല്ലത്തുനിന്ന് സ്പെഷ്യലിനെ വരുത്തണം. അയ്യോ, നല്ലൊരു നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ പറയാറില്ലേ, നമ്മുടെ വിശ്വാസികൾ പറയാമെന്ന് കേൾക്കണമേ, പാസ്റ്ററെ നല്ലൊരു പാസ്റ്റർ കൊല്ലത്തുണ്ട്. ഈ നല്ലതും തീയതും ഏതുമാ? ഇത് നമ്മളായിട്ട് പ്രാപിക്കണമെന്ന്. ഹലോ, ഈ വിശ്വാസത്തോട് നമുക്ക് എന്നാ വേണം? വീര്യം വേണം. വീര്യമില്ലാത്ത വിശ്വാസം എന്തിനു കൊള്ളാം? പണ്ട് രമിച്ച് പറഞ്ഞ പോലെയാ, അല്ലേ? യേശു പറഞ്ഞ ഈ യേശു വഴിയേരി നിന്ന് ആത്തിയാലൊക്കെ നോക്കി പഴമല്ലോ ഉണ്ടോ, ഒന്നും കണ്ടില്ല, ഉണങ്ങിപ്പോട്ടെന്ന് പറഞ്ഞു, വേരോടെ ഉണങ്ങട്ടെ എന്ന് പറഞ്ഞു, ഉണങ്ങിപ്പോയി. അവിടെ ശിഷ്യന്മാർ പറഞ്ഞു, അത് ഭയങ്കരമായി പോയല്ലോ, എവിടെ ഒറ്റ വാക്കിന് സാധനം പോയല്ലോ മൊത്തത്തിൽ. ഉടനെ യേശു പറഞ്ഞു, എന്തുവാ? വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് പറഞ്ഞ് കടലിൽ കൊണ്ട് നടാൻ പറഞ്ഞാൽ അതെന്ത് ചെയ്യും? ഹലോ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് കടലിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് പോകുന്നേ. ഇത് ഉണങ്ങിയതിലൊന്നും നിങ്ങൾ വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇവിടുന്ന് പറിച്ച് കടലിൽ നടാൻ വരെ ദൈവം ശക്തനാണ്. ഹലോ, നമ്മുടെ വിശ്വാസമാണ്. പക്ഷെ പണ്ട് അമ്മച്ചി പറഞ്ഞാൽ എനിക്ക് അല്ലേലും അറിയാമായിരുന്നു ഇതൊന്നും നീങ്ങാനൊന്നും പോകുന്നില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് എനിക്കറിയാം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. എങ്ങനെ വർദ്ധിക്കും? അടുത്ത ആഴ്ച നമുക്ക് കേൾക്കാം, അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. എങ്ങനെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാം? എങ്ങനെ എൻ്റെ വിശ്വാസത്തോടെ വീര്യം കൂട്ടാം? നമ്മൾ നട്ടപ്പോഴും ഒരു കൊട്ട, പറിക്കുമ്പോഴും ഒരു കൊട്ട പോലെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇതിനകത്ത് നിന്ന് പ്രവർത്തിക്കണം. എവിടെയെങ്കിലും ഇടയൻ പെറ്റതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാ പെറുന്നേ? ആടുകൾ വർദ്ധിപ്പിക്കുന്നത് ആരാ? ഒരാടിനെ വർദ്ധിപ്പിക്കുക. നമ്മളെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ പാസ്റ്റർക്ക് ഞങ്ങൾ കാശ് കൊടുക്കുന്നുണ്ട്, പുള്ളി വേണേ ചെയ്തിട്ട് ഞാൻ ചെന്നിരുന്ന് കേൾക്കും. നമ്മളെപ്പോലെ ചത്ത വിശ്വാസികൾ വേറെ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ചെറിയ ആട്ടിൻകൂട്ടമേ എന്ത് ചെയ്യണ്ട, ഭയപ്പെടണ്ട. നമ്മളെ വിളിച്ചത് ദൈവമാ. നിങ്ങളുടെ വിളിയും അത് കഴിഞ്ഞാൽ ഉടനെ പത്രോസ് പറയുന്നതാ, വിശ്വാസത്തോട് വീര്യം, വീര്യത്തോടെ പിന്നെ വീര്യത്തോട് പരിജ്ഞാനം വേണം. വീര്യം കൂടിക്കഴിഞ്ഞാൽ ചിലർക്ക് പരിജ്ഞാനമില്ല. വിശ്വാസത്തിന് അങ്ങ് കൂടി പിന്നെ തൊട്ടാലൊക്കെ സൗഖ്യമാവും. പിന്നെ പരിജ്ഞാനത്തോടെ ചെയ്യണം. സമയമില്ല, സമയം പോയി നിർത്താൻ പോവാ. പരിജ്ഞാനം വേണം. കൃപയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കാര്യവും എങ്ങനെ ചെയ്യണം, പരിജ്ഞാനം. അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നതല്ല. ഏത് ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പരിജ്ഞാനം കിട്ടുമോ? അങ്ങനെ കിട്ടിയവരെല്ലാം ഉണ്ടോ? ഇത് ഒരു യൂണിവേഴ്സിറ്റിയും തരുന്നതല്ല. ഇത് മുട്ടിന്മേലിരിക്കുമ്പോൾ ഉയരത്തിന്ന് തരുന്ന ജ്ഞാനമാണ് പരിജ്ഞാനം. അത് നമുക്കില്ലെങ്കിൽ പരിജ്ഞാനമില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കും. നമ്മളങ്ങനെ ആകരുത്. വിശ്വാസം ഉണ്ടെങ്കിൽ, അതിന് വീര്യം ഉണ്ടെങ്കിൽ, അതിനടുത്ത സ്റ്റെപ്പ് പരിജ്ഞാനമാണ്. പരിജ്ഞാനമില്ലെങ്കിൽ മൊത്തത്തിൽ ചളവും കുളവും. അതുകൊണ്ട് എല്ലാം ദൈവം ഓർഡറായി നമുക്ക് തന്നിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ജഡത്തെ ഇതുകൊണ്ട് മരിപ്പിക്കണം. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ച് നമ്മുടെ വിശ്വാസത്തോടെ. എന്തിനാണെന്നറിയാമോ?
വീണ്ടും നമ്മൾ കുടുങ്ങിപ്പോകാൻ ഇടവരരുത്. കൃപയിൽ നിൽക്കുന്ന നമ്മൾ മരിക്കുവോളം, പൗലോസ് പറഞ്ഞത് കേട്ടില്ലേ? പൗലോസ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രതിജ്ഞാവാചകങ്ങൾ ദൈവസഭയ്ക്ക് നൽകിയത്. ഞാനാകുന്നത് കൃപയാൽ, ഞാനായിരിക്കുന്നതും കൃപയാല. ഇനി ഞാൻ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതും കൃപയാ. ഇന്ന് രാത്രിയിൽ എനിക്ക് മുമ്പിലിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോടോ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്ന ഒന്നേ ഉള്ളൂ. ദൈവാത്മാവ് നമ്മളോട് പറയാം, നമ്മുടെ കഴിവ് കൊണ്ടല്ല, ഞാൻ കൃപ കൊണ്ടാ. ഇത് കഴിവല്ല, കൃപയാ. ഇത് കഴിവല്ല, കൃപയാ. നിന്റെ രോഗം സൗഖ്യമായത് കൃപയാ. നീ രക്ഷിക്കപ്പെട്ടത് കൃപയാല. വിശ്വാസത്താലാണ് നീ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം എനിക്ക് എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് എൻ്റെ കഴിവല്ല, എന്നിൽ പകർന്ന ദൈവകൃപയാ. ഇന്ന് രാത്രിയിൽ അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവം നിനക്ക് തന്ന നന്മകൾ അത് കൃപയാ. ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, ആമേൻ, ദൈവസഭയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി, ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടി എന്നാലാവോളം ഞാൻ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുകയും ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പ്രാർത്ഥനയിലൂടെ ഞാൻ മുന്നേറുകയും ചെയ്യും. ആമേൻ. എൻ്റെ അകത്ത് വ്യാപരിച്ച ആ വിശ്വാസം അത് വീര്യമുള്ള വിശ്വാസമായി മാറട്ടെ. പത്രോസ് കൈവെക്കുമ്പോൾ അവൻ സൗഖ്യമായതുപോലെ പിറവിയിലെ മുടന്തനായവൻ എഴുന്നേറ്റ് നടന്നതുപോലെ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസിൻ്റെ കയ്യിൽ നിന്നൊരു തൂവാല നിലത്ത് വീണ് അതാരുടെയെങ്കിലും മേത്ത് വീണാൽ അവൻ വരെ സൗഖ്യമാകുമായിരുന്നു. നിഴല് തട്ടിയാൽ സൗഖ്യമാകാൻ കാത്തിരുന്നവരുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, നമ്മൾ ഒരു നിമിഷം കൂടെ ഈ വചനമല്ലേ അവരും പ്രസംഗിച്ചത്, ഇത് അവർ പ്രസംഗിച്ച വചനമല്ലേ? അതുകൊണ്ട് നമുക്കിത് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എത്ര ഹൃദയം ഇവിടെ ഉണ്ട്. കർത്താവേ, എന്തുകൊണ്ടപ്പാ ഞാൻ വിശ്വസിച്ചിട്ടും അത് പ്രാപിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയിൽ അങ്ങനെ ഒന്നും ഉണ്ടാകാത്തത് എന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം എല്ലാവരും കണ്ണുകളടച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ആരെങ്കിലും ഏതെങ്കിലും വേദകളിലായിരിക്കുന്നെങ്കിൽ, ആമേൻ, ഞങ്ങൾക്ക് തരാൻ വെള്ളിയും പൊന്നും ഒന്നുമില്ല, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പത്രോസ് പ്രഖ്യാപിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയരെ, യേശുവിൻ്റെ നാമം നിനക്ക് വിടുതലിൻ്റെ നാമമാണ്. ഹല്ലേലൂയ. ആ നാമം നിന്നെ രക്ഷിക്കും. ആ നാമം നിന്നെ സൗഖ്യമാക്കും. ആ നാമം നിനക്ക് സകല വഴികൾ ഒരുക്കും. നീ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ആ നാമം നിന്നെ ശക്തീകരിക്കും. ആ നാമം നിന്നെ ഉയർത്തും. എല്ലാ നാമത്തിലും മേലായ ആ നാമം.